മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ. കാസർഗോഡ് ജാഥകളുടെ ആരംഭം കുറിക്കാനൊരുങ്ങുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയതോടെ ജാഥകളുടെ വസന്തകാലമാണ് കാസർഗോട്ട് നിന്ന്. ഫെബ്രുവരി 1-ന് CPM-ന്റെ വികസന മുന്നേറ്റ ജാഥ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കും. ഫെബ്രുവരി 6-ന് കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യമുയർത്തി VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കുമ്പളയിൽ നിന്നാണ് പ്രയാണം ആരംഭിക്കുന്നത്. BJP-യുടേതുൾപ്പെടെ 1 ഡസനോളം ജാഥകളാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിൽ നിന്നും തുടക്കം കുറിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇനി ജാഥകളുടെ കാലമാണ്. ഏതായാലും ഫെബ്രുവരി 1-നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്ര കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും പ്രയാണം ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമായും LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നാണ് ജാഥയുടെ മുദ്രാവാക്യമെങ്കിലും നിലവിൽ സമീപകാലത്ത് പാർട്ടിക്കെതിരെ ഉണ്ടായ വലിയ തോതിലുള്ള ആരോപണങ്ങൾ അതിൽ ജനങ്ങളോട് വിശദീകരിക്കുക എന്നായിരിക്കും ജാഥയുടെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ നിലവിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ചർച്ചാ വിഷയമാകും. ഇതിന് മറുപടി പറയുന്ന ഒരു യാത്രയായി ഇത് മാറും. ഇതോടൊപ്പം തന്നെ ജോസ് കെ മാണി നയിക്കുന്ന ഒരു ജാഥയും ബിനോയ് വിശ്വൻ നയിക്കുന്ന ഒരു ജാഥയും ആരംഭിക്കുന്നുണ്ട്. അത് 3 ജാഥകളാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്. ഫെബ്രുവരി 1-ന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി 15-ന് പാലക്കാട്ട് സമാപിക്കും. ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിക്കുന്നത്. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യമുയർത്തുള്ള ജാഥയും മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജീവമാക്കുക, ഇത് തന്നെയാണ് ജാഥകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും 14 ജില്ലകളിലും പര്യടനം നടത്തുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ജാഥ തിരുവനന്തപുരത്ത് പുത്രകണ്യ മൈതാനത്താണ് സമാപിക്കുന്നത്. വലിയ മഹാറാലിയോടുകൂടി തിരുവനന്തപുരത്ത് സമാപിക്കും. ഇതോടൊപ്പം വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്ന രീതിയിലാണ് ജാഥ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നയിക്കുന്ന ജാഥയും കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു. ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് സജീവമാവുകയാണ് കേരളം. ഇതിൽ ഏറ്റവും പ്രധാനം ഈ യാത്രകൾ തന്നെയാണ്. ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ, അതോടൊപ്പം പ്രതിരോധം ഇത്തരത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അതിന് കൃത്യമായ പ്രതിരോധ നടപടികൾ ഈ ജാഥയിലൂടെ സ്വീകരിക്കുക, ഒപ്പം തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുക, ഇതാണ് ഈ ജാഥകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം ചെറുതും വലുതുമായ മറ്റ് നിരവധി യാത്രകളും കാസർഗോഡ് നിന്നും സമീപ ദിവസങ്ങളിൽ തന്നെയുണ്ട്. ഘടകകക്ഷികളുടേതുണ്ട്, വിവിധ സംഘടനകളുടേതുണ്ട്. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സജീവമാവുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും. ഇതിന് തുടക്കം കുറിക്കുന്നത് കാസർഗോഡ് നിന്നതാണ് ഏറ്റവും പ്രധാനം. KB ബൈജു, News 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.